ഡോക്ടർ ബ്ലെസൻ മേമനയുടെ പച്ചയായ റോ എക്സ്പീരിയൻസസ് പറയാമെങ്കിൽ, ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 7 സ്കൂളുകൾ മാറി മാറി പഠിച്ചു, 7 സ്കൂളുകളിൽ മാറി മാറി പഠിച്ചു. ഐ സല്യൂട്ട് ഓൾ PKs. പാട്ടുകൾക്ക് ഡിനോമിനേഷൻ ഇല്ല. എനിക്ക് ദൈവവേല ചെയ്താൽ മതി, എനിക്ക് പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട. അതുപോലെ ഞാൻ ബ്ലൈൻഡ്. പിള്ളേരെല്ലാം ഗിറ്റാറും പിടിച്ചിറങ്ങി. പക്ഷെ നിങ്ങൾ ഡിസ്കറേജ് ആവല്ലേ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. വെൽക്കം ടു ടുഡേയ്സ് ബ്ലെസ്സിങ് ടുഡേ പോഡ്കാസ്റ്റ്. ഇന്നും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ എങ്ങനെയാണ് ക്രൈസ്തവ ലോകത്തെ ആരാധനയിലൂടെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഒരു ദൈവമനുഷ്യനെ കർത്താവ് തൻ്റെ ബാല്യകാലം മുതൽ വിവിധ സാഹചര്യങ്ങളിലൂടെ നടത്തി ക്രൈസ്തവ കൈരളിക്ക് ഒത്തിരി ആരാധനാ ഗീതങ്ങൾ സമ്മാനിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ കൈകളിൽ എടുത്ത് ഉപയോഗിച്ച ആ രോമാഞ്ചമണിയിക്കുന്ന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ കണ്ടത്. ഈ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് നമ്മൾ അത് തുടരുകയാണ്. ഡോക്ടർ ബ്ലെസൻ, വീണ്ടും സ്വാഗതം ബ്ലെസ്സിംഗ് ടുഡേ സ്റ്റുഡിയോയിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡ് ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. പല കഥകളും എനിക്കറിയില്ല, നമ്മളിപ്പോൾ 10 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പലതും നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നു. ഐ എം സോ ഹാപ്പി. ഇന്നും നമുക്കത് തുടരണം, പാട്ടുപാടണം, അനുഭവങ്ങൾ പറയണം. താങ്ക് യു പാസ്റ്റർ. ഞാനും ഇത് എൻജോയ് ചെയ്യുന്നു. ബ്ലെസ്ഡ് ആണ് പാസ്റ്റർ. ഇത് വളരെ ഇൻഫോർമലായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ മനസ്സ് തുറക്കാൻ പറ്റുന്നു. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ആ ഒറ്റയ്ക്ക് വിടുകയില്ല, ഈ യേശുവിൻ കൂടുള്ള യാത്ര, അതിലല്ലേ അതുപോലെ അത് രണ്ടുപേരും ഒന്ന് പാടണം. കാരണം അതുപോലെ ഇപ്പം ഞാൻ ഈ പാട്ട് ഈ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ലൂപ്പിലിട്ട് ക്ഷമ സിസ്റ്റർ അടുത്തിരുന്ന് പറയും, അതൊന്നുകൂടി ഇട്, അതൊന്നുകൂടി ഇട്ട്, കേട്ടാലും മതി, ഒന്നുകൂടി ഇട്. ഇതിങ്ങനെ ചില സമയത്ത് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ സൈഡ് ടേബിളിൽ വെച്ചിട്ട് അതിലോട്ട് മൊബൈൽ കണക്ട് ചെയ്ത് പാട്ടിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. രാത്രി മൊത്തം ഇങ്ങനെ പല പാട്ടുകൾ മാറി. അപ്പോൾ ഇതെല്ലാം ഇതിപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഇതുപോലെ എത്രയോ പേർ നമ്മളറിയാം. ചില ടെസ്റ്റിമണീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുപിടുത്താണ്. നമ്മളെ അടുക്കലേക്ക് എത്തുന്ന ടെസ്റ്റിമണി 10-1 ഉള്ളൂ. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഒരാൾ തിരിച്ചു, അത് ദശാംശമാണ്. കർത്താവ് ചോദിച്ചു 9 പേരെവിടെ? അതിൻ്റെ അർത്ഥം 90% ആളുകൾ പരസ്യമായി വന്ന് ബോൾഡായിട്ട് സാക്ഷ്യം പറയില്ല. ഹീലിങ്സ് കിട്ടിയാൽ എന്ത് കിട്ടിയാൽ 10% നമ്മുടെ അടുത്ത് വന്ന് താങ്ക് യു ജീസസ് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ 90% ചിലപ്പോൾ അവിടെ ചെന്ന് സ്വർഗത്തിലെത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. പക്ഷേ 10% മതി നമുക്ക് മൈലേജ് കിട്ടാൻ, നമുക്ക് മുന്നിലേക്ക് പോകാൻ. അത്രേ ഉള്ളൂ. ഇതില്ലെങ്കിലും നമ്മൾ ചെയ്യും, നമ്മൾ കർത്താവിനോട് എങ്കിലും മാനുഷികമായി അത് ആവശ്യമാണ്. ചില സമയത്തൊക്കെ എനിക്കൊരു മൈലേജ് കിട്ടുന്നത് ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ. ടെസ്റ്റ് മണി കിട്ടി ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്, സ്റ്റേജിൻ്റെ പുറകെ പോയി കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളറിഞ്ഞല്ല ഇതൊന്നും നടക്കുന്നത്. കർത്താവ് നമ്മളിവരാരെയും കണ്ടിട്ടില്ല. ഈ തമിഴ് പെൺകുട്ടി എന്തെങ്കിലും കണ്ടായിരുന്നു അതിനുശേഷം? ഇതുവരെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പാസ്റ്ററില്ലേ വയനാട്ടിൽ, ഞാൻ കണ്ടിട്ടില്ല. ബ്ലെസ്സിംഗ് ടുഡേയിൽ നടന്നിട്ടുള്ള മിറക്കിൾസിൻ്റെ ഒന്നും ചെറിയൊരു ശതമാനം പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ അറിവിൽ നടക്കുന്നത് ഇത് കർത്താവ് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് അങ്ങ് കാണാം, അവിടെ ചെന്ന് കാണാം. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും കൂടെ ചേർന്ന് തുറന്നങ്ങ് പാടിയേക്കണം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് സംഭവിക്കും. ലെറ്റ്സ് ഗോ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ
അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രി വഴിയേതെന്നറിയിൽ, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമാറോടു ചേർന്നിരുന്ന ഭയമില്ല. എൻ്റെ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. താങ്ക് യു സോ മച്ച്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഡോക്ടർ ബ്ലെസ്സൻ ഇങ്ങനെ പാടുകയും ഇടയ്ക്കിങ്ങനെ വർഷിപ്പ് ലീഡിങ്ങിനിടയ്ക്ക് കുറച്ച് ആളുകൾക്ക് എൻകറേജ്മെൻറ്റിന് കുറച്ച് വാക്കുകളൊക്കെ പറയുമ്പോൾ എപ്പോഴും അപ്പാ എന്നുള്ളൊരു വേർഡ് എപ്പോഴും ഉപയോഗിക്കും. അപ്പാ ഉള്ള വീട്ടിൽ. ഇത് ഞങ്ങൾ എത്രയോ പ്രാവശ്യമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജനങ്ങളുടെ അകത്തുള്ള സന്തോഷം, ആ ബിലോങ്ങിങ്നെസ്, ദ ഫാദർഹുഡ് ഓഫ് ഗോഡിൻ്റെ റെവലേഷൻ, അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പുതിയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള 3 പ്രധാന വെളിപ്പാട്. ഒന്ന്, ദൈവം പിതാവാണ്. മത്തായി 6 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്നല്ല, പിതാവേ. 2, ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 8-ലും 16-ലും പറയുന്നു ദൈവം സ്നേഹം തന്നെ. 3, ദൈവം ആത്മാവാണ്. യോഹന്നാൻ 4:24. ഈ 3 വെളിപ്പാട്, ദൈവം പിതാവാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ആത്മാവാണ്. 3 വലിയ വെളിപ്പാട് എവിടെ? പുതിയ നിയമത്തിൽ. അതിലെ ഏറ്റവും ടച്ചിങ്, നമ്മളെ ടച്ച് ചെയ്യുന്ന സാധനം ദൈവം എൻ്റെ പിതാവാണ്. വാവ്, അതൊരു ഭയങ്കര റെവലേഷനാണ്. യു വിൽ ഗെറ്റ് ദിസ് റെവലേഷൻ നോ അതർ റിലിജൻ. ഒരു സ്ഥലത്തും, ഈ പഴയ നിയമത്തിൽ പോലും വളരെ മൈനറായിട്ട് ഈ കോൺസെപ്റ്റ് ഉള്ളൂ. പുതിയ നിയമത്തിൽ യേശു വന്നിട്ടാണ് പറയുന്നത്, മക്കളെ ഇനി
മുതൽ നിങ്ങൾ ദൈവത്തെ അപ്പാന്ന് വിളിച്ചാൽ മതി, പിതാവെന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ പിതാവുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പോൾ പാട്ടുകളിലൊക്കെ ഈ വേർഡ് ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഒന്ന് പറഞ്ഞേ. എൻ്റെ കേൾക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 3 ഏരിയ ദൈവം തൊട്ടപ്പോഴാണ് പാസ്റ്റർ ഇത് സ്ട്രോങ് ആയത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് സീസണിൽ ദൈവം എന്നെ റെസ്റ്റോർ ചെയ്തപ്പം ഞാനിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റും കൈൻഡ് ഓഫ് ഒരു ഓർഫൻ സ്പിരിറ്റ്. യേശുബിജായനെ ഹീൽ ചെയ്തു, അതിനെ മാറ്റിയിട്ട് ദൈവം തന്നതാണ് ഈ സൺഷിപ്പ്. എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും പാസ്റ്റർ, ആ ഒരു ടൈം തൊട്ടാ അപ്പാന്ന് ലജ്ജിക്കാതെ മടിക്കാതെ വേർഷിപ്പിലായാലും അതിൻ്റെ 2 വരി പാടും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഓർഫൻ സ്പിരിറ്റുള്ള എല്ലാവരും ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ സൗഖ്യമാവും. എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ല. ചിലപ്പോൾ ഭൂമിയിൽ എല്ലാവരും ജീവിച്ചിരിപ്പോ, ചിലപ്പോൾ അപ്പനുണ്ടായിരിക്കും, ചിലപ്പോൾ അപ്പൻ ഇല്ലായിരിക്കും, ചിലപ്പോൾ ആക്ച്വൽ ഓർഫൻ ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ, ലോൺലിനെസ്സിലൂടെ കർത്താവ് പറഞ്ഞാൽ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഞാനും എൻ്റെ പിതാവും വരും. എന്നിട്ടൊരു കാര്യസ്ഥനെ കൂടി ഒരു 3 പേര് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പോൾ ആ സൺഷിപ്പിൻ്റെ സ്പിരിറ്റ് അത് ഇന്ന് ആർക്കെങ്കിലും ഒരു ഓർഫൻ സ്പിരിറ്റോ ജിപ്സി സ്പിരിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത് പോകും ഈ പാട്ട് പാടുന്ന സമയത്ത്. അടുത്തത് 2, എസ്പെഷ്യലി അപ്പ എന്നുള്ള സോങ് ഒക്കെ വരുമ്പോൾ പസ് മുമ്പ് ചോദിച്ചില്ല സോങ്സ് എങ്ങനെ ദൈവം തരുന്നതെന്ന്. 1 അനുഭവങ്ങളിലൂടെ, 2 ഡ്രീമിലൂടെ അധികവും സ്വപ്നത്തിൽ കാണും. കർത്താവ് ഒരു ദിവസം എഴുന്നേക്കുന്നത് ഈ ഒരു വേർഡാ, മോനെ നീ എൻ്റെ മോന. രാവിലെ എഴുന്നേൽക്കുന്നത് കേട്ടോണ്ട് റിങ് ചെയ്യുന്ന പോലെ നമ്മൾ. അല്ല, ഈ സ്വപ്നത്തിൽ എന്ന് പറയുന്നത് എടുത്ത് ചോദിക്കുന്നത്, സ്വപ്നത്തിൽ ഞാൻ ലിറിക്സ് എഴുതി കാണുവാണോ, കോൺസെപ്റ്റ് വരുവാണോ, അല്ലെങ്കിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ വിഷ്വൽ കണ്ടിട്ട് അതിൽ നിന്ന് ഒരു പാട്ട് ഉരുത്തിരിഞ്ഞു വരും? അതും ഒരു സ്പാർക്ക് പോലെയാണ്, ഫുൾ സോങ് ഒന്നും അല്ല. പക്ഷെ അതാണ് ട്രിഗർ ചെയ്യുന്നത്. അതൊരു സീസണിലേക്ക് പിന്നെ നമ്മളെ ഒരു പരിധി പറഞ്ഞ് നമ്മൾ റെസ്റ്റ്ലെസ് ആക്കും. നമുക്കത് പോർ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരളവിൽ. അതായത് നമ്മൾ കൺസീവ് ചെയ്യുന്നു, അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യുന്നു. അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ, പാട്ട്, പ്രസംഗം, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് നമ്മളതിനെ ഗർഭം ധരിക്കും, ചുവന്നുകൊണ്ട് നടക്കും, ഫുൾ ടൈം ആവുന്ന സമയത്ത് നമ്മളതിനെ ഡെലിവറി ചെയ്യും. എന്ത് പ്രോജക്റ്റുകളെല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ആ രീതിയിലാണ് അധികവും കിട്ടുന്നത്. 2 അങ്ങനൊരു. 3 വേർഡ് റെവലേഷൻ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ജോൺ ചാപ്റ്റർ 4:24 പാസ്റ്റർ തൊട്ട് മേളത്തെ വാക്യത്തിൽ എനിക്ക് തോന്നുന്നു ബൈബിളിലെയോ അല്ലെ ചരിത്രത്തിലെയോ തന്നെ ഏറ്റവും വലിയ വേർഷിപ്പ് എക്സോട്ടേഷന് കിടപ്പുണ്ട്. വേർഷിപ്പിന് വേണ്ടി എൻകറേജ് ചെയ്ത പലരും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷേ ദ ഗ്രേറ്റസ്റ്റ് വേർഷിപ്പ് ലീഡർ അന്ന് യേശുബജ തന്നെ പറഞ്ഞ വാക്കാണ്, now is coming and now is the true worshippers will worship Father. The Father. അവിടെയും പ്രാർത്ഥനയിൽ പിതാവെന്ന് വിളിച്ച പോലെ ഇന്നു മുതൽ നിങ്ങൾക്ക് ആരാധിക്കുമ്പോൾ അപ്പ എന്ന് വിളിക്കും. പ്രാർത്ഥനയിൽ പിതാവേ എന്ന് വിളിക്കാനാണ് മത്തായി 6 പറയുന്നതെങ്കിൽ ആരാധനയിൽ പിതാവേ എന്ന് വിളിക്കാനാണ് യോഹന്നാൻ 4:23-24 വരുന്നത്. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിച്ചു. പർപ്പസ്ഫുള്ളി യേശുബജ അവിടെ പിതാവ്. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടെ കൺഫർമേഷനായി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ വേർഷിപ്പ്, സോറി ടു സേ ദിസ്, ഇതും മീഡിയയിലൂടെ വരുന്നത്. താങ്ക് ഗോഡ് ഫോർ ഓൾ ദ മീഡിയ റെവല്യൂഷൻ ഹാപ്പനിങ്. പക്ഷെ നമ്മുടെ വേർഷിപ്പ് മൊമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഇൻറ്റിമസി, അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ സ്വീറ്റ്നെസ്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഓഡിയൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനപ്പുറം നമ്മളെ ഇതൊട്ടും ഫോർമലാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. 100% യോജിക്കുന്നു. അതെ, ഇത് ദ മോർ വി ആർ അവെയർ അബൌട്ട് ദ ക്യാമറ, മീഡിയ, ദ ഓഡിയൻസ്. ഞാൻ പാസ്റ്റർ എനിക്ക് കൺഫസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചത് ഞാൻ കുറച്ചുകൂടെ അടങ്ങി ഒതുങ്ങി പാടിയായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഫോർമലായിരുന്നെങ്കിൽ. എനിക്ക് തന്നെ അറിയാം പാസ്റ്റർ, മറ്റുള്ളവർ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഐ ടേക്ക് ഇറ്റ് ഇൻ എ വെരി പോസിറ്റീവ് വേ. പക്ഷേ അങ്ങനെയാണ് പാസ്റ്റർ, അറിയാതെ കൈ അനങ്ങും, മുഖമായാലും കണ്ണുനീര് വരുന്നതായാലും
സോ സോറി ടു സേ ദിസ്, മിനിസ്ട്രി ചെയ്യുമ്പോഴും പോലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മിനിസ്ട്രിയെക്കാളും എനിക്ക് വർഷിപ്പ് ചെയ്യണം പാസ്റ്റർ, അങ്ങനെ ഒരു കൊതി എവിടോ. ബെന്നിഹിൻ ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹത്തോട് ആരോട് ചോദിച്ച സമയത്ത്, യു ലെറ്റ് ദ വർഷിപ്പ് വെരി പവർഫുള്ളി ടുഡേ. ബെന്നിഹിൻ പറഞ്ഞു, ഐ നെവർ ലീഡ് വർഷിപ്പ്, ഐ ജസ്റ്റ് വർഷിപ്പ്. ഞാൻ ഒരിക്കലും ജനങ്ങളെ ആരാധിക്കാൻ അങ്ങനത്തെ ഒരു പരിപാടി, ഐ സിംപ്ലി വർഷിപ്പ് ദ ലോർഡ്. അപ്പോൾ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പം നമ്മൾ മാനുഷികമായി നമ്മൾ അതിനെക്കുറിച്ച് ഇത് വീഡിയോ വരുമ്പോൾ ഗോഷ്ഠിയായിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നമ്മളെല്ലാവരും ക്രിറ്റിസിസം അങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വി ആർ നോട്ട് വർഷിപ്പിംഗ് ദ ഓഡിയൻസ്, വി ആർ വർഷിപ്പിംഗ് ദ മാസ്റ്റർ. അങ്ങനെയുള്ള മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അപ്പാ എന്നുള്ള നമ്മുടെ വിളിയാണ് ഹെവൻ ഓപ്പൺ ആക്കുന്നത്. വാവ്, ദാറ്റ് മീൻസ് അപ്പാ എന്നുള്ള വിളിയാണ് ഒരു ആക്സസ് കാർഡ് തുറക്കാൻ. ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യുന്നു പാസ്റ്റർ ഹെവൻ പാസ്റ്റർ പറഞ്ഞ പോലെ സംഗീത സാന്ദ്രം എന്ന് പറഞ്ഞില്ലേ, ഇറ്റ്സ് ലൈക്ക് എ ലൗഡ് പ്ലേസ് ഫാസ്റ്റ്. ഇറ്റ്സ് വെരി ലൗഡ്, പെരുവെള്ളത്തിൻ്റെ ലൗഡർ ദാൻ വാട്ട് വി തിങ്ക്. അവിടെ തണ്ടർ ബോൾട്ട് പോലെ. ഇവിടെ ചിലർ ഹല്ലേലൂയ പറഞ്ഞു ഒന്നും ഇതെല്ലാം റെസ്ട്രിക്ഷൻസ് സഭയുടെ അകത്ത്. പക്ഷേ കോടി ദൂതന്മാർ പാടി ആർക്കുമല്ലേ. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ മാക്സിമം ഒരു 10,000 വാട്ട്സ് വെച്ച് പിടിപ്പിച്ചാലും ഈ സൗണ്ട് അവിടെ പിയേഴ്സ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ പിയേഴ്സ് ചെയ്യുന്നൊരു വിളിയുണ്ട്, അപ്പയാണ്. കാരണം ആ മുമ്പേ പറഞ്ഞ വാക്കിനകത്ത് സത്യത്തിൽ ആരാധിക്കുന്നവർ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഈ അത് ദ ഇന്നർ മാൻ, ദ സ്പിരിറ്റ് വിത്തിൻ അസ്, ഇറ്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്. അവിടെ നിന്ന് വിളി പോകുന്നത് പിതാവിലോട്ടാണ്. അപ്പം എത്ര വലിയ പെരുവെള്ളത്തിൻ്റെ അരച്ചിലായാലും മോൻ വിളിക്കുമ്പോൾ, മോള് വിളിക്കുമ്പോൾ അപ്പോൾ പറയും, എനിക്കിപ്പോൾ കേൾക്കേണ്ടത് എൻ്റെ കുഞ്ഞിനെയാണ്. ആ ഒരു വെളിപ്പാട് എന്നെ ഒത്തിരി ബ്ലെസ് ചെയ്തു പാസ്. ഞാനത് ഷെയർ ചെയ്യാൻ കാര്യം ആരെയൊക്കെയോ ഇത് ബ്ലെസ് ചെയ്യും പാസ്. ശരി, എത്ര ബിസി ആയാലും നല്ല അപ്പന്മാർക്ക് മക്കൾക്ക് വേണ്ടി സമയമുണ്ടാവും. ബില്ലി ഗ്രഹാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ വാട്ട് ഈസ് യുവർ മെമ്മറി അബൌട്ട് യുവർ ഫാദർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കുട്ടിയായിരുന്ന സമയത്ത് കളിച്ചുകൊണ്ട് ടോയ് എന്തോ പൊട്ടിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഓടിച്ചെന്ന് ബില്ലി ഗ്രഹാമിൻ്റെ അടുക്കളയിൽ ചെന്നിട്ട് ഇതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു, സ്ക്രൂ എന്തോ ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ പ്രസിഡൻറ്റ് ജസ്റ്റ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞ് റിസീവറോട് വെച്ചിട്ട് ഇതാദ്യം ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആബാ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു കണക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സത്യത്തിൽ ആത്മാവിലെന്ന് പറയുമ്പോൾ ആത്മാവിലാണല്ലോ, വി ആർ സ്പിരിറ്റ്സ് അല്ലേ. 1 തെസ്സലോനിക്കർ 5:21 അനുസരിച്ച് വി ആർ സ്പിരിറ്റ് ബീയിങ്സ് ആൻഡ് വി ആർ ജസ്റ്റ് ലിവിങ് ഇൻ എ ബോഡി. ഗോഡ് ഈസ് എ സ്പിരിറ്റ് അല്ലേ. അപ്പോൾ ഇത് സ്പിരിറ്റ് ആണ് ഈ വർഷിപ്പ്. അപ്പോൾ ഈ നമ്മുടെ കുട്ടി സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ്, മക്കളുടെ സ്പിരിറ്റ് അപ്പാ എന്നൊരു വിളിക്കുമ്പോൾ അപ്പൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമോ? നമ്മൾ അവനിൽ നിന്ന് ജനിച്ചതല്ലേ, അവൻ്റെ ബ്ലഡല്ലേ, അവൻ്റെ ബീജമല്ലേ, അവൻ്റെ സ്പിരിറ്റല്ലേ, അവൻ്റെ ശ്വാസമല്ലേ നമ്മുടെ അകത്തിരിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഇതൊരു ഭയങ്കര മിസ്റ്ററി, ഇതൊരു ഭയങ്കര റെവലേഷനാണ്. ഈ അപ്പ എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ 2 വരി പാടണം. കാരണം ഒത്തിരി പേർക്കത് ഹീലാകും. ഓർഫൻ സ്പിരിറ്റ് വിട്ടുപോകും, ജിപ്സി സ്പിരിറ്റ് നാടോടിയായിട്ട് അത് വിട്ടുപോകും, ഒരിക്കലും തിരിച്ചു വരില്ല. ഭയങ്കര ഹീലിംഗ് നടക്കാൻ പോവുക. ഒന്ന് പാടാമോ? പാടുന്നതിന് മുമ്പ് ഒരു വാക്ക് മെൻഷൻ ചെയ്തോട്ടെ. ഈ ഫാദർഹുഡിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ദൈവം കുടുംബജീവിതം തന്നതിന് ശേഷം. ഫസ്റ്റ് ഇപ്പം ലിയം ബ്രാസിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഐ താങ്ക് ഗോഡ് ദൈവം തന്ന കുടുംബത്തിനായിട്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തും പെട്ടെന്ന്. വൈഫിൻ്റെ പേര് പറ, മക്കളുടെ പേര് പറ. ബിൻസി, കുഞ്ഞുങ്ങളുടെ പേര് മിഷേൽ, ഗബ്രിയൽ, റഫേൽ. അപ്പോൾ എൻ്റെ പേരൻസിന് ഞാൻ എത്രത്തോളം ദൈവത്തിന് നന്ദി പറയുന്നു, അതുപോലെ ഞാൻ ഇൻലോസിനായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം കഴിഞ്ഞൊരു 12 വർഷത്തെ മിനിസ്ട്രി ലൈഫിൽ അവർ ഭയങ്കരമായിട്ട് കർത്താവ് എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു പാസ്റ്റർ. ബിൻസിയുടെ പാരൻസ് യെസ് ഭയങ്കരം.
യെസ്. എൻ്റെയും കാര്യം അങ്ങനെ തന്നെ. ഷമാസിൻ്റെ പാരൻസാണ് ആക്ച്വലി, എൻ്റെ പാരൻസ് രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. ഷമാസിൻ്റെ പാരൻസാണ് ഈ കാലം മുഴുവൻ നമ്മുടെ ഞങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഷമയുടെ ഫാദറും മദറും ആണ് വന്ന് വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ എവിടെയെങ്കിലും പെട്ടിയെടുത്തുകൊണ്ട് പോകാം. കാരണം സുരക്ഷിതമായി അവർ ഞങ്ങൾ നോക്കുന്നതിനൊക്കെ നന്നായിട്ട് അവർ നോക്കും. അപ്പോൾ അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ആ ഒരു ഇതെന്നെ ഫാദർഹുഡിൻ്റെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി പാസ്റ്റർ. ഞാനിത് പാടാം. പാട്ടിൻ്റെ ഒരു മെയിൻ പോർഷൻ ഇതാ: അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ഗോഡ്. എൻ്റെ എല്ലാമെല്ലാമായ അപ്പ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്ന അപ്പ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ. എൻ്റെ എല്ലാമെല്ലാമായ അപ്പ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്ന അപ്പ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ. അമ്മയെ പോലെന്നെ മാറോടു ചേർക്കുന്ന പൊന്നേശു താതൻ. അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യതാതൻ. അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. വാത്സല്യമേറുന്ന ഓ അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിലുയരുന്ന ആനന്ദഗീതമുണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയും. ഓ ഓ 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരയുണ്ട്. 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരയുണ്ട്. എന്നാലും ഞാൻ വിതുമ്പുന്ന നേരത്ത് കാതോർത്തു കേൾക്കുന്നോനെ, അപ്പാന്ന് കരയുമ്പോ അൻപോടെ ഓടി വന്ന് മോനേന്നു വിളിക്കുന്നോനെ, എന്നെ മോനേന്നു വിളിക്കുന്നോനെ. അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിലുയരുന്ന ആനന്ദഗീതമുണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. ഓ ഓ ഓ എൻ്റെ എല്ലാമായ അപ്പ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഫുൾ ചാർജായി. എഴുതുമ്പം മോനെ എന്ന് വിളിക്കുന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചു ഇവിടെ. എഴുതുമ്പോൾ
എഴുതുമ്പോൾ 700 കോടി ഉള്ളായിരുന്നു. ഇപ്പം 800 ഇപ്പോൾ 800. ഞങ്ങളിവിടെ മാറ്റിയത്. സജിത്ത് ബ്രദറിവിടെ 700 ഒരു ദിവസം ഞാൻ പറയും 800. കാരണം ഈ ഒരു ഇതുണ്ട്, ഇപ്പം ഇത് ജനന മരണം എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ടല്ലോ, പോപ്പുലേഷൻ മീറ്റർ എന്താ പറയുക, അതിൽ നോക്കുമ്പോഴേക്കും ക്രോസ് ഇനി 800. ഇനി അത് എത്ര കോടിയായാലും ഹല്ലേലൂയ കേൾക്കുന്ന ഒരു അപ്പനുണ്ട്. ഇപ്പോൾ കഷ്ടം നിർത്താൻ തോന്നുന്നില്ല. കാരണം എല്ലാ പാട്ടെടുത്താലും അതിൻ്റെ പുറകിൽ പശ്ചാത്തലവും വെളിപാടും അനുഭവവും എല്ലാം ഇങ്ങനെ കിടക്കുക. ഇനി 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഒന്നെനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ജെൻസി പുതിയ തലമുറ അറിയില്ല, മ്യൂസിക്കിൻ്റെ ട്രെൻഡുകൾ, ആപ്റ്റിറ്റ്യൂഡുകൾ, ടേസ്റ്റൊക്കെ മാറുക. ജെൻസിയോട് എന്താ പറയാനുള്ളത്, യൂത്ത്സിനോട് എന്താ പറയാനുള്ളത്? ചർച്ചിലൊക്കെയുള്ള മ്യൂസീഷ്യൻസ് ഇപ്പം നമ്മളിത് പറയുന്ന സമയത്ത് വേൾഡ് വൈഡ് എടുത്താൽ, എല്ലാ ചർച്ചിലും കൂടി കൊയർ എടുത്താൽ എത്ര പേരുണ്ടായിരിക്കും? എല്ലാ ചർച്ചും എടുത്ത്, CSC ചർച്ച്, കാത്തലിക് ചർച്ച്, പ്രെസ്ബിറ്റേറിയൻ ചർച്ച്, ലൂത്തറൻ ചർച്ച് തുടങ്ങി പെന്തക്കോസ്റ്റൽ ചർച്ച്, ബ്രദറൻ ചർച്ച്, പാടുന്ന കൊയറുള്ള എല്ലാം കൂടി എടുത്താൽ എത്ര ലക്ഷങ്ങളോ കോടികളാണ്. അതിലും കൂടുതലാണ് മുകളിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ പീസ് ഓഫ് അഡ്വൈസ്? എന്താണ് പരിശുദ്ധാത്മാവ് തോന്നുന്നത്? എന്ത് വേണേലും പറയാം, ഏത് ഓഡിയൻസിനോടും പറയാം. ഐ ഗിവ് യു ദ ലിബർട്ടി. തുറന്നങ്ങ് പറഞ്ഞു. ഫസ്റ്റ് വേർഡ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും സ്റ്റാഗ്നൻ്റ് ആവില്ല. എവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആവാതെ നിന്ന് പോരും, തൃപ്തിപ്പെട്ടു പോരും. കാരണം പാസ്റ്റർ ഇപ്പം മെൻഷൻ ചെയ്തത് ചർച്ച് വർഷിപ്പേഴ്സിനെയൊക്കെയാണ്. മിക്കയിടങ്ങളിലും സംഭവിക്കുന്ന, പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന ദേവദാസനോ അല്ലെ കോൺഗ്രിഗേഷനോ ഹാപ്പി ആണെങ്കിൽ വർഷിപ്പ് ടീമിൻ്റെ ഗ്രോത്ത് അത്രേ ഉള്ളൂ. ഓക്കെ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ പാസ്റ്റർ? ഓടിച്ചു കൊണ്ടുപോയാൽ മതി. അടുത്ത സൺഡേ അങ്ങ് പോയാൽ ഭയങ്കരമായിട്ട് ആഗ്രഹം വേണം, കൊതി വേണം ഇതിൻ്റെ അപ്പുറത്തോട്ട് കയറാൻ. ഞാനിത് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്റ്റൽ പോളിനെയാണ്. ലഭിച്ചു കഴിഞ്ഞെന്നോ കിട്ടിയെന്നോ പൂർത്തിയായെന്നോ. ഇത് എഴുതുമ്പോൾ ഫിലിപ്പീൻസിലല്ലേ പാസ്റ്റർ തന്നെ, പ്രോബബ്ലി ഒത്തിരി എപ്പിസ്റ്റൽസ് എഴുതിയിട്ടായത് കഴിഞ്ഞ ഏകദേശം അടുത്തു. അപ്പം എഴുതി വെച്ചതും കൂടെ പുറകോട്ട് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്, ഇനിയും എനിക്ക് വേണം, വെളിപാട് വേണം, പരിജ്ഞാനം വേണം, ഇനിയും വേണം, ഇനിയും വേണം. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി പേര് പറയും ഒത്തിരി പാട്ടുണ്ട്, ഒത്തിരി വർഷിപ്പേഴ്സ് ഉണ്ട്, ഈ പിള്ളേരെല്ലാം ഗിറ്റാറും പിടിച്ചിറങ്ങി. പക്ഷെ നിങ്ങൾ ഡിസ്കറേജ് ആവല്ലേ, ഒന്നും ആയിട്ടില്ല. കർത്താവിന് ഒത്തിരി പേരെ ഇനിയും വേണം. ടു എവ്രി വർഷിപ്പേഴ്സ്, ആളുകൾ എന്ത് പറയുന്നതല്ല, യു ആർ എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ജെൻസി പാസ്റ്റർ, ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ടൊരു ടെസ്റ്റ് മെനു പറയാൻ, ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് വെയിൽസിൽ ICPFൻ്റെ ഒരു ക്യാമ്പിന് ഐ മസ്റ്റ് മെൻഷൻ ദാറ്റ് പാസ്റ്റർ, അവരുടെ വേർഷിപ്പും മിനിസ്ട്രിയും മിനിസ്ട്രി ചെയ്യുന്നത് നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു. ഞാൻ മിനിസ്ട്രി ചെയ്യുന്നത് അവരുടെ, നമ്മൾ ചിലപ്പോൾ ഒത്തിരി മുൻവിധിയോടെ കാണും, പക്ഷെ അവർ ദ വേ ദേ ലവ് ജീസസ് ഭയങ്കര സോ ജെന്യുവിനാണ് പാസ്റ്റ്. നമ്മളെങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ജെൻ എക്സും ജെൻ വൈയും ഒക്കെ ജെൻസിൽ നിന്ന് ഒത്തിരി പഠിക്കേണ്ട ഒരു സമയം ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ കണ്ടത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ജന്തർ മന്ദറിലൊക്കെ ജെൻസി പ്രൊട്ടസ്റ്റ് വന്ന സമയത്ത് ദ മെച്യൂരിറ്റി, ദ വിസ്ഡം, അവരെ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. നമ്മൾ വിചാരിക്കുക ആ തലമുറ അങ്ങനെ പോയി ഇങ്ങനെ പോയി അവർ വിയേഡാണെന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെയല്ല. എന്തോ ദൈവ ഈ സാധാരണ കുട്ടികളിൽ പോലും ജനറലി എടുത്തു കഴിഞ്ഞാൽ അവരുടെ രീതികളൊക്കെ വളരെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ ജെൻസിയെ ദൈവം ഭയങ്കരമായിട്ട് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ പകരുമ്പോൾ ഈ യൗവനക്കാരുടെ മേൽ, യുവജനങ്ങളുടെ മേൽ കർത്താവ് ഭയങ്കരമായി ദർശനങ്ങൾ പകരുന്നു.
വിഷൻസ്. Yeah. അപ്പോൾ ഇത് ബാക്കി പറയാം. അവിടെ ആ ജൻസി അതുപോലെ ആരാധിക്കുന്നത് കണ്ടു. നമുക്കൊരു ഇച്ചിരി കമ്പാഷനായിട്ട് ഞാൻ ഐ നോ പേരൻസ് നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ട്. അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റിയതിൽ ദ വേ ദ ഹെൽപ്പ് അസ് ഇൻ മിനിസ്ട്രി പാസ്റ്റ്. എനിക്കറിയാം ഇവിടെയും ചർച്ചിൽ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, നമ്മുടെ വർഷിപ്പ് ടീം പാസ്റ്റർ അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഐ എം സോ ഹാപ്പി പാസ്റ്റർ. അത് ഹോളി സ്പിരിറ്റ് മൂവിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പലയിടങ്ങളിലും ഈ ഒരു ഗ്യാപ്പ് കാരണം ഒരു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ഞാൻ കാണുന്നുണ്ട് പാസ്റ്റ്. ആസ് എ മിനിസ്റ്റർ, ഒരു വർഷിപ്പ് മിനിസ്റ്ററായിട്ടോ നമ്മൾ പോകേണ്ട പലയിടങ്ങളിലുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് കുഞ്ഞുങ്ങളാണ്, അല്ലെ ജെൻസി യങ് ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറില്ലല്ലോ. ചിലയിടങ്ങളിൽ സങ്കടമാവുന്നൊരു കാര്യം, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് തൊട്ടപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് പേരൻസും മക്കളും എല്ലാം ഒരുമിച്ച്, ഓക്കെ വി ഷുഡ് ഹാവ് യൂത്ത് സെഷൻസ്, പക്ഷേ വർഷിപ്പിൽ ഒന്നിച്ചായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ മക്കളും അപ്പയും അമ്മയും കൂടെ പോയി ഫാമിലി പ്രെയറിന് ഒരുമിച്ചിരിക്കണ്ടേ. ചർച്ചിൻ്റെ 2 മുറി വർഷിപ്പ് ചെയ്യുന്ന മക്കൾക്ക് ഒരു പക്ഷേ ഫാമിലി പ്രെയറിൽ ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ കോൺഫറൻസുകൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും, മീറ്റിങ്ങുകൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. പക്ഷേ എനിക്ക് ആ 3 ദിവസം കഴിഞ്ഞ് ഇവർ വീട്ടിൽ പോയി ഒരു പായലിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പം എനിക്ക് മക്കളോടാണ് പറയാനുള്ളത്, ജെൻസി മക്കളോട്, നിങ്ങൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിരിക്കാം, കൾച്ചർ ഒരു ബാരിയർ ആയിരിക്കാം. ഐ എം സോ സോറി ഫോർ ദാറ്റ്. പക്ഷേ നിങ്ങളൊരിച്ചിരി ഒന്ന് അപ്പയോടും അമ്മയോടും കൂടെ നിന്ന ഐ എം സോ ഷുവർ ഒരു വർഷിപ്പ് റിവൈവൽ വിൽ സ്റ്റാർട്ട് ഫ്രം യുവർ ഫാമിലി. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ. നിങ്ങൾ ചില വർഷിപ്പ് ലീഡേഴ്സ് റൈസ് ചെയ്യും, പക്ഷേ നിങ്ങൾ വർഷിപ്പ് മിനിസ്ട്രി ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. വീട്ടിൽ നിങ്ങൾ ഒരു ഹോളി സ്പിരിറ്റ് മൂവ് ഉണ്ടെങ്കിൽ ഫോർ ഷുവർ യു വിൽ ബി യൂസ്ഡ് ഇൻ എനി പാർട്സ് ഓഫ് ദി വേൾഡ്. എവിടെ വേണമെങ്കിലും കർത്താപ്പിച്ചിട്ട് കൊണ്ടു നിർത്താൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫ് ഗ്രൗണ്ട് നമുക്ക് ഈസിയെന്ന് തോന്നും, പക്ഷേ ഒരു അപ്പ എന്നുള്ള നില എനിക്ക് പറയാൻ പറ്റും, എൻ്റെ കുഞ്ഞുങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ മൂവിലോട്ട് വരുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിസ്ട്രിയിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ്. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പറയാം പാസ്റ്റർ, മിഷേൽ ആൻഡ് ഗബ്രിയേൽ they accepted Jesus in our family prayer. Wow. They received Holy Spirit baptism in our family prayer. That is great. ഞങ്ങൾ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് പാസ്റ്റർ. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കൃപ. പക്ഷെ ഞാനിത് എൻകറേജ് ചെയ്യുകയാണ്. എൻ്റെ ലൈഫിൽ നോക്കിയാലും ഒത്തിരി ദേവാസന്മാർ പ്രാർത്ഥിക്കുകയും ഈവൻ പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും എനിക്കൊരു വലിയ ബ്ലെസ്സിങ്ങാണ്. പക്ഷേ ഞാൻ എൻ്റെ തലയെ കൈവച്ചതിൽ ഏറ്റവും ബ്ലെസ്ഡ് എന്ന് റിമെമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പപ്പ എൻ്റെ തലയെ കൈവച്ച. ഞാൻ ഇടയ്ക്ക് കയറിക്കോട്ടെ. After God the Father, the next second greatest blessing is released by the earthly father. Amen. Not even a pastor. Yes. Yes. ദൈവം കഴിഞ്ഞാൽ പിതാവാണ്. ഭൂമിയിലെ പിതാവ്, സ്വർഗത്തിലെ പിതാവ് കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാവ്. അങ്ങനെയാണ് എൻ്റെ ലൈൻ പോകുന്നത്. Yes. അപ്പോൾ സ്വന്തം പിതാവ് കൈവച്ച് അനുഗ്രഹിച്ചാലുള്ള അനുഗ്രഹം അതിഭയങ്കരമാണ്. ഇല്ലെങ്കിലുള്ള നഷ്ടവും ഭയങ്കരമാണ്. ഞാനിത് കുഞ്ഞുങ്ങളോട് സ്പെഷ്യലി പറയാൻ കാര്യം, ഒരു ടൈമിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. പക്ഷേ മേക്ക് യുവർ ബെസ്റ്റ് എഫേർട്ട്. ഇങ്ങനെ പിടിച്ചു വാങ്ങിക്കുന്ന പോലെ നിങ്ങളത് ചെയ്തോണം. കാരണം ഞാൻ പറയാൻ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൊമെൻറ്റ് പക്ഷെ ഞാൻ പിന്നെ അറിഞ്ഞ് ഇൻ ഫ്യൂ വീക്സ് പപ്പ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഈ ബ്ലെസ്സിംഗ് റിലീസ് ചെയ്ത ശേഷം ആ ഒരു ഡേ ഞാൻ ഓർക്കുന്നു. ഞാൻ സ്പെഷ്യലി കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ എസ്പെഷ്യലി മലയാളി കൾച്ചറിൽ ഇച്ചിരി പാടാം. അതൊരു നല്ല അഡ്വൈസാണ്. കാരണം ആ പിതാവിന് കൊടുക്കേണ്ട
ബഹുമാനം കൊടുത്തില്ല. ഇതിന് അവിശ്വാസിയാണെങ്കിൽ പോലും ബഹുമാനിച്ചിരിക്കണം. യെസ്. കാരണം നിൻ്റെ മാതാപിതാക്കന്മാർ നല്ലതാണെങ്കിൽ ബഹുമാനിക്കണം എന്നല്ല കൽപ്പന എഴുതിയിരിക്കുന്നത്. ആരായാലും ബഹുമാനിക്കണം, നോ കണ്ടീഷൻ. പക്ഷേ അതിൻ്റെ പുറകെ ഒരു കണ്ടീഷൻ വരച്ചിട്ടുണ്ട്, ഒരു പ്രോമിസ്. ഭൂമിയിൽ ദീർഘായുസ് ഉണ്ടാകുക, അതുപോലെ. അപ്പോൾ ഒരു നല്ല അഡ്വൈസാണ്. വേറെ എന്തെങ്കിലും ഇത് കാണുന്ന പോഡ്കാസ്റ്റ് മ്യൂസീഷ്യൻസിനോടോ പാസ്റ്റേഴ്സിനോടോ കൊയറിലുള്ളവരോടോ സാധാരണ വിശ്വാസികളോടോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ ഒന്നാമത് പറഞ്ഞത് ഡിസയർ, കൊതിയാണ്. കൊതി. 2, ബി ക്രിയേറ്റീവ്. ഓക്കെ. എനി കപ്പാസിറ്റി എന്തോ ആയിക്കോട്ടെ, പക്ഷെ ബ്രിങ് സംതിങ് ന്യൂ. ചിലപ്പോൾ ന്യൂ തോട്ട്സ് ആയിരിക്കാം, ന്യൂ ഐഡിയാസ് ആയിരിക്കാം. ചിലപ്പോൾ ഒത്തിരി നാളിന് മുമ്പ് നിങ്ങൾ പേന താഴെ വെച്ചായിരിക്കും, പോഡ്കാസ്റ്റ് ബ്രഷ് താഴെ വെച്ചിട്ടുണ്ടാവും, എടുക്കുക. എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതുക. ഒരു വാക്കായിരിക്കാം, നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ പാസ്റ്ററിനോ എനിക്കോ റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാളോ മേഖലകൾ ഈ കേൾക്കുന്ന ജെൻസി നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ കണക്ഷനിലുണ്ട്. യെസ്, ഒറ്റ വാക്ക് മതി. ഒറ്റ വാക്ക്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റീവ് അനോയിൻറ്റിങ്ങിനകത്ത് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ അത് എനിക്ക് സ്പെഷ്യലി പറയണം. അതിന് ഒരു ഗ്രേറ്റർ കപ്പാസിറ്റി ഞാൻ ചർച്ച് വർഷിപ്പേഴ്സ്, മ്യൂസിക് ബാൻഡുകൾ എല്ലാവരോടും പറയുന്നു, ബ്രിങ് ന്യൂ സോങ്സ്. ഇതുവരെയുള്ള ഒന്നും പോരാ. ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാട്ടുകൾ ഹിം ബുക്സിലും പാട്ടുപുസ്തകത്തിലും സിയോൻ ഗീതാവലിയിലും എല്ലാം കിടപ്പുണ്ട്. ഇതൊന്നും പോരാ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുക, അങ്ങനെയല്ലേ? എല്ലാ ദിവസവും പുതിയ പാട്ട്. ബിക്കോസ് ഹിസ് മെർസീസ് ആർ ന്യൂ എവറി മോർണിംഗ്. പക്ഷെ വെയിറ്റ്, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഉടനെ യൂട്യൂബിൻ്റെ ലോഗോ ഒന്നും കാണല്ലേ, ഇൻസ്റ്റയെ കുറിച്ച് ചിന്തിക്കല്ലേ. പബ്ലിഷിങ് വേറെ, നിങ്ങൾ എഴുതുന്നതാണ് കർത്താപ്പച്ചന്. നിങ്ങൾ കർത്താവും നിങ്ങളും അറിയുന്ന ഒരു സ്പേസിൽ ഇത് പുറത്തിരിക്കും. അതിൻ്റെ അർത്ഥം പബ്ലിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പ്ലീസ്, നമ്മൾ യൂസ് ചെയ്തൊരു വേർഡുണ്ട്, ഈ ഫൗണ്ടൻ എന്ന് പറഞ്ഞില്ലേ. ഫൗണ്ടൻ. ഈ ഫൗണ്ടൻ നമ്മൾ ഡ്രോ ചെയ്യാത്രത്തോളം കാലം ഇത് ഡ്രൈ ആയിപ്പോൾ പിന്നെ അടുത്ത് വരില്ല, ഉറവെടുത്ത് വരില്ല. ഒത്തിരി പേര് തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചാണ് എന്തിനാ എഴുതുന്നത്, എന്തിനാ ചെയ്യുന്നത്. പക്ഷെ പ്ലീസ് ചെയ്യണം. പക്ഷേ എൻ്റെ എനിക്ക് ഒത്തിരി ഹിസ്റ്റോറിക്കലി അറിയില്ല. ഡേവിഡ് എഴുതിയ സാംസ് എനിക്ക് തോന്നുന്നില്ല പബ്ലിഷ് ചെയ്യാൻ എഴുതിയതാണ്. ഇല്ല, കർത്താവിന് വേണ്ടി എഴുതി എവിടെങ്കിലും മാറ്റി വെച്ച ഒരു ബൈബിൾ ഇതുപോലെ 66 പുസ്തകമായിട്ട് വരുന്ന അതിൻ്റെ നടുക്ക് ഈ പാട്ടുപുസ്തകം വരുന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അത് നമുക്കൊരു ഗൈഡൻസ് തരും. തീർച്ചയായിട്ടും. ചിലപ്പോൾ നമ്മുടെ ജനറേഷനിൽ അത് അറിഞ്ഞില്ലെങ്കിലും കർത്താവിൻ്റെ പ്ലാനിലുള്ളതാണെങ്കിൽ അത് വന്നിരിക്കും. ആമേൻ. അത് നോക്കണ്ട, നമ്മൾ എഴുതുക, പാട്ട് പാടുക. ആരും പാടിയില്ല, നമ്മൾ പാടുക. ഞാൻ ചില സമയത്ത് പറഞ്ഞു, ഭൂമിയിൽ ആർക്കും പഠിക്കുവാൻ കഴിയാത്തൊരു പാട്ട് സ്വർഗത്തിൽ പാടുന്നുണ്ട്. അതുപോലെ ആരും പാടിയില്ലേലും ഞാൻ പാടും. ഫസ്റ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വാക്ക് പറയാം. കർത്താപ്പച്ചന് മിടുക്കന്മാരുടെ പാട്ടല്ല കേൾക്കാൻ ഇഷ്ടം, മക്കളുടെ പാട്ട് കേൾക്കാൻ. മിടുക്കന്മാരുടെ പാട്ട് നല്ലതാണ്, അതിനകത്ത് സ്കില്ലുണ്ട്, എല്ലാം ഉണ്ട്, ഐ റിയലി റെസ്പെക്റ്റ്. പക്ഷെ മക്കളുടെ പാട്ട് സോ സ്പെഷ്യൽ. ചില പാട്ടുകൾക്കൊന്നും മരണമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലെസ്സഡ് അഷ്യൂറൻസ്, ഇതിലൊക്കെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെ ദെൻ സിങ്സ് മൈ സോൾ, റഷ്യൻ ലാംഗ്വേജിൽ എന്തോ എഴുതിയതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് പിന്നെ ഇപ്പോൾ ഹിന്ദിയിലുണ്ട്, മലയാളത്തിലുണ്ട്, ലോകത്തിൽ മിക്കവാറും ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ആരെഴുതിയെന്ന് പോലും അറിയില്ല. പക്ഷേ ഇതൊന്നും മരിക്കുന്നില്ല. ചില പാട്ടുകൾ ഒരു പക്ഷേ നിത്യതയിലോട്ടും കയറുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഡോക്ടർ ബ്ലെസ്സിൻ്റെ പാട്ടുകൾ തമിഴിലോട്ട് കേട്ടു, ഇനി എല്ലാ ലാംഗ്വേജസിലോട്ടും പരക്കട്ടെ. കർത്താവിൻ്റെ നാമം സ്പ്രെഡാകട്ടെ. അവൻ്റെ നാമത്തിന് വേണ്ടി ഇനിയും പാട്ടുകൾ എഴുതാൻ കർത്താവ് ഒത്തിരി സഹായിക്കട്ടെ. ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഷോർട്ടായിട്ടായാലും ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് കാണുന്ന പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവർക്കും കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. അതിന് ശേഷം ഒരു പാട്ട് പാടിയാൽ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോകുന്നു. അത് സെലക്ഷൻ അങ്ങോട്ട് തരികയാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുവരെ എഴുതിയ പാട്ടുകൾ ഇപ്പോൾ മാസ്റ്റർ പീസ് ഒരു പക്ഷേ ചെയ്ത് കാണില്ലായിരിക്കും, അറിഞ്ഞൂടാ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേഴ്സണലി ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഡോക്ടർ ബ്ലെസ്സിന് വളരെ ഡിയറായിട്ടുള്ള ഒരു പാട്ട് പാടിയാണ്
എന്ന് അവസാനിപ്പിക്കാമോ? ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാൻ പാസ്റ്റർ. പക്ഷെ പാസ്റ്ററുടെ റിക്വസ്റ്റ് ഇച്ചിരി ടഫായിപ്പോയി. കാരണം ഓരോ പാട്ടും ഓരോ ഒക്കേഷനും എനിക്കറിയാം എല്ലാം യുണീക്കാണെന്നും എല്ലാവരും ഇപ്പം എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാടാം, ആയിരക്കണക്കിന് എൻ്റെ ഇഷ്ടപ്പെട്ട സ്റ്റോക്ക്. പക്ഷേ അതിൽ നിന്ന് ഏതാണ് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ലീഡിങ്ങിൽ ഒരെണ്ണം ചെയ്യാൻ മക്കളിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിക്കുന്നത് അങ്ങനെ വേണ്ട, അതല്ല ഉദ്ദേശിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യുന്ന ഒരു പാട്ട് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാമോ? യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യെസ് ഫാദർ. ഫെയ്ത്ത്, വിശ്വാസമുള്ളവർ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ. ആമേൻ. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെന്നോ എഴുതാൻ കഴിവുണ്ടെന്നോ ഒന്നുമല്ല. യെസ്. നിങ്ങൾക്ക് കർത്താവിനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ യെസ് ലോർഡ്, നിങ്ങളുടെ ലൈഫ് ഒരു വർഷിപ്പാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു വർഷിപ്പാണ്. അതൊന്ന് മേക്ക് ഷുവർ ചെയ്തേ. ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നവരൊന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് യേശുപ്പിച്ച എന്നെ ഹൃദയം കൊണ്ട് വർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈതലായി ഇപ്പോൾ സ്വീകരിക്കണേ. അങ്ങയുടെ മോനായി, അങ്ങയുടെ മോളായി എന്നെ ഇപ്പോൾ റിസീവ് ചെയ്യണേ, എന്നെ സ്വീകരിക്കണം. അപ്പോൾ ഇപ്പോൾ പുതിയ ഡിസിഷൻസ് എടുക്കുന്ന മക്കളെ മനസ്സ് തുറന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. രണ്ട്, കർത്താവെ, അസാധാരണമായൊരു ഡിസയർ, ഒരു തേഴ്സ്റ്റ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് ഡിലിജൻ്റ് ആക്കുന്നു, ഉത്സാഹികളാക്കുന്നു. അവരുടെ മേലൊരു പുതപ്പ് പോലെ വീണ ചില അലസതകളെ മാറ്റി അവരുടെ ലൈഫിനെ കർത്താവ് കൊടുത്തിരിക്കുന്ന ഫുൾ പൊട്ടൻഷ്യൽ, ആ പേർപ്പസിലേക്ക് വാക്ക് ചെയ്യാനുള്ള അസാധാരണമായ ഒരു ഉത്സാഹം. ഈ പോഡ്കാസ്റ്റ് ചിലരുടെ വേക്കപ്പ് കോളായിരിക്കട്ടെ. യേശുവേ, അങ്ങേക്ക് അടിയനെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം, എൻ്റെ ഓഡിയൻസിനെ എത്രമാത്രം അങ്ങ് ഉപയോഗിക്കും. മൂന്ന്, whatever good gifts I received in my life, I just want to release freely. മനസ്സ് തുറന്ന് കൊതിയോട് ഇപ്പോൾ കേൾക്കുന്ന നിന്റെ മക്കളെ അങ്ങ് ബ്ലെസ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നിന്ന് പുതിയ സോങ് റൈറ്റേഴ്സ് എഴുന്നേൽക്കട്ടെ, വർഷിപ്പ് മിനിസ്റ്റേഴ്സ് എഴുന്നേൽക്കട്ടെ, ചർച്ചുകൾക്ക് ബ്ലെസ്സിങ് ആയി. കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റ് അല്ല പച്ച, ഒരു ഫെലോഷിപ്പിൻ്റെ സ്പിരിറ്റ്. അനേക ദേവദാസന്മാരുടെ മനസ്സ് തണുപ്പിക്കുന്ന വർഷിപ്പേഴ്സ് എഴുന്നേൽക്കട്ടെ. ബാരിയേഴ്സ് ഇല്ലാതെ, മുൻവിധികളില്ലാതെ യേശുവപ്പയെ സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് നിൽക്കട്ടെ കർത്താവേ. ഞങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് വർഷിപ്പ് ചെയ്യും ഇൻ വൺ പ്ലേസ്. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, പക്ഷെ അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. We praise you, we worship you. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും എൻ്റെ യേശുവേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും എൻ്റെ പ്രാണപ്രിയൻ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാതിസ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാതി സ്വർഗവും അങ്ങേ പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. അപ്പാ അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ.
love you, Appa. We worship you, Appa. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Dr. Blesson, I don't know how to thank you. It's No beyond mention, words. Thank you so much. It's my pleasure, Pastor. Thank you. ഈ പോഡ്കാസ്റ്റ് കണ്ട എല്ലാവരോടും റിക്വസ്റ്റ്, എങ്ങനെ ഡോക്ടർ ബ്ലസ്സൻ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹം, ദൈവനാമഹത്വത്തിന് വേണ്ടി, ഒരാളെ പുകഴ്ത്താനൊന്നുമല്ല, എങ്ങനെ നിങ്ങൾ അതൊക്കെ ഒരു എൻകറേജ്മെൻറ്റ്, ഒരു ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ എന്നെങ്കിലും നിങ്ങളത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാട്ടാണ്, എങ്ങനെ സ്പർശിച്ചു, എന്താണ് അനുഭവം, അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ടാൽ എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹം അത് നോക്കും, ഞാനത് നോക്കും, എല്ലാവരും അത് കാണും, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകും. ഡോക്ടർ ബ്ലസ്സൻ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഇനിയും വരണം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൊതി തീർന്നില്ല. ഡോക്ടർ ബ്ലസ്സിന് പെട്ടെന്ന് യാത്രയാകാനുണ്ട്, എനിക്കും പോകാനുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തെന്നുള്ളൂ. Thank you. I'm blessed, Pastor. Yeah. Thank you. Thank you so much for watching. God bless you all. God bless you. See you in the next podcast.